നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. CPI നേതാവായിരുന്ന അഡ്വക്കേറ്റ് KR തമ്പാന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെയും KR തമ്പാൻ സ്മാരക ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K. രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ നിർവാഹക സമിതി അംഗം P. മണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ PN ഗോപികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വേൾഡ് പഞ്ചുഗുസ്തി മാസ്റ്റേഴ്സ് മത്സര ജേതാവ് ജസ്റ്റിൻ പീണിക്കപ്പറമ്പിലിനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, CPI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. ശ്രീകുമാർ, അഡ്വക്കേറ്റ് KR തമ്പാൻ സ്മാരക ട്രസ്റ്റ് പ്രതിനിധി മീര തമ്പാൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PJ ജോബി എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് KR തമ്പാൻ നമുക്ക് ആരായിരുന്നു എന്ന് ചെറിയ വാക്കുകളിൽ വിശദീകരിച്ച് തീർക്കാനാവില്ല. രഞ്ജിത്ത് വക്കീലിനോട് ഉദയൻ്റെ സ്വാഗത പ്രസംഗം കേട്ടുകൊണ്ടിരിക്കെ ഞാൻ പറഞ്ഞു, 18 വർഷമായി തമ്പം വക്കീൽ മരിച്ചിട്ട് എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്കാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം എന്തായിരിക്കും? ഇപ്പോഴും ഇരിഞ്ഞാലക്കുടയിലെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി പാർട്ടി ഓഫീസിലേക്ക് നടന്നു പോകുന്ന കാലത്ത്, ഇപ്പോഴാണെങ്കിൽ വാഹനത്തിൽ പോകുന്ന കാലത്ത്, രാജേഷ് വക്കീൽ ഇപ്പോൾ ഇരിക്കുന്ന ആഫീസിൻ്റെ നായകനായി തമ്പാൻ വക്കീൽ ഇരിക്കുന്നുണ്ടാകും എന്ന ബോധമണ്ഡലത്തിലെങ്കിലും ഒരു ധാരണയുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ധാരണ. യുവജന ഫെഡറേഷൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി, AIVF-ൻ്റെയും കിസാൻ സഭയുടെയും ജില്ലാ പ്രസിഡൻ്റായി, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളെ നയിച്ച് വളരെ പ്രസക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ കൗൺസിൽ അംഗമായി, കേവലം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, ഉണ്ണായി വാര്യർ കലാനിലയത്തെ പോലെ, TN സ്മാരക സമിതിയെപ്പോലെ, യുവകലാസമിതിയെപ്പോലെ, ഇപ്റ്റയെപ്പോലെ ഇരിഞ്ഞാലക്കുട തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് വിളിക്കുമ്പോൾ ആ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഓരോ ചെറിയ ഇടപെടലുകളിലും ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച് ഒരു നാടിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ദീർഘകാലം തമ്പാൻ വക്കീൽ. ഇരിങ്ങാലക്കുട നഗരസഭയിലെ രൂക്ഷമായ തെരുവ് നായ ശല്യത്തിലും നഗരസഭ പ്രഖ്യാപിച്ച ഡോഗ് ഷെൽട്ടർ പ്രവർത്തനം ആരംഭിക്കാത്തതിലും പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. KS പ്രസാദ് അധ്യക്ഷത വഹിച്ച ധർണയിൽ കൗൺസിലർമാരായ ലേഖ ഷാജൻ, അൽഫോൺസ തോമസ്, നന്ദുലാൽ PM, രമ്യ ഷിബു, വിനീത ടീച്ചർ, അശ്വതി VS, വിമി വിജേഷ്, അജിത് കൊല്ലാറ എന്നിവർ പ്രസംഗിച്ചു. CC ഷിബിൻ സ്വാഗതവും വിഷ്ണു പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. അപ്പൊ ഈ തെരുവുനായ ശല്യം നാട്ടില് വളരെ സങ്കീർണമായി. ഞാൻ തന്നെ പറഞ്ഞില്ല, ഇന്നലെ ഉൾപ്പെടെ എന്റെ വാർഡിൽ ഉൾപ്പെടെ സിദ്ദീഖിനെ കടിച്ചു വന്നു. അതിനു മുമ്പ് മറ്റേ ലൂണ പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ച കേരളത്തിലുള്ള ഒരാളെ കടിച്ചു. അതിനു മുമ്പ് ഒരു ബൈക്കിൽ പോണ ഒരാളെ കടിച്ചു. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ കാരണം റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാൻ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതല്ലേ സ്ഥിതി. അപ്പൊ ഇവർക്ക് തെരുവുനായയുടെ മറ്റേ എന്താ പറയാ വാക്സിൻ കമ്പനിക്കാരന് കമ്മീഷൻ മേടിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ട് ഇപ്പൊ ഇവര്. കാരണം
തെരുവുനായ ഷെൽട്ടർ തുടങ്ങിയാൽ പിന്നെ വാക്സിന്റെ ചെലവില്ല. 3000-4000 രൂപയാണ് പ്രൈവറ്റ് കമ്പനിക്കാർ മേടിക്കുന്നത്. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്തു തരും. ആ ഒരു 10-8 മണിക്കൂറാണ് നമ്മൾ സ്റ്റേ ചെയ്യണമെന്ന് മാത്രമല്ലോ, സൗജന്യമായിട്ട് നമുക്ക് കുത്തിപ്പോരാം. ആ സമയത്ത് വാക്സിൻ ഇല്ലെങ്കിലോ ഇപ്പൊ UDF ഗവൺമെന്റ് ഒക്കെ സ്വകാര്യവൽക്കരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ വാക്സിൻ കമ്പനിക്കാരുമായി ബന്ധപ്പെട്ട് എന്താ ടൈപ്പ് ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷെൽട്ടർ UDF ഭരണസമിതിയുടെ വികസന കമ്മിറ്റി ചെയർമാൻ, വികസനം എന്താണെന്ന് അറിയാത്ത വികസന കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പോണെന്ന്. ഷെൽട്ടറിന്റെ എവിടെ നടപ്പിലാക്കി മറുപടി പറയണം. അതേപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏതെങ്കിലും കൗൺസിലർമാർ അറിഞ്ഞാൽ? ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതാണ് വികസന നയവരുടെ. കാരണം ഇവർ ഭരിച്ച് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കഴിച്ച് പിടിച്ച് തള്ളിയ ആൾക്കാർ. റിസർവ് ബാങ്ക്, ടൗൺ ബാങ്ക് 10-32 കൊല്ലം ഭരിച്ച് അത് ഇല്ലാണ്ടാക്കി. ഇപ്പോൾ ഓരോ ചെയർമാൻ ഉൾപ്പെടെ സുജാത കൗൺസിൽ ഉൾപ്പെടെ കുറെ കൗൺസിലർമാർക്ക് 24 ലക്ഷം 25 ലക്ഷം. ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേയും MLA എഡ്യൂക്കേഷണൽ എക്സലന്റ് അവാർഡ് വിതരണവും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ TA നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് കോർഡിനേറ്റർമാരായ മിനി മോഹൻദാസ്, സേതുമാധവൻ, ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ C നന്ദകുമാർ, സെക്രട്ടറി രാജൻ, പ്രിൻസിപ്പൽ ബിജു ഗീവർഗീസ്, വൈസ് പ്രിൻസിപ്പൽമാരായ സുജാത രാമനാഥൻ, ഗിരിജ മേനോൻ, PTA പ്രസിഡന്റ് റാണി ദീപക് കുമാർ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയം ഇരിങ്ങാലക്കുട ഭവൻസ് വിദ്യാലയം വളരെ വലിയ നിലയിലുള്ള വിജയം കൈവരിച്ചിരിക്കുകയാണ്. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ച് പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നതമായ വിജയം കൈവരിച്ചപ്പോൾ അവരെ അഭിനന്ദിക്കുക, അവർക്ക് പിന്തുണ നൽകുക, ഭാവിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ വിദ്യാർത്ഥികൾ എപ്പോഴും A+ നേടുന്ന ആളുകളായി മാറ്റുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങിന് എത്താനുള്ള സാഹചര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും മിടുക്കുകളും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികളെ ട്രോഫികൾ നൽകിയും അഭിനന്ദിച്ചും നമ്മൾ ഇത്തരത്തിലുള്ള ചടങ്ങ് നടത്തുമ്പോൾ അടുത്ത വർഷം പരീക്ഷ എഴുതാനായി തയ്യാറാകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അവർ ഇതുപോലെ ഉന്നത വിജയം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കണം എന്നുള്ള അവർക്കൊരു പ്രോത്സാഹനം, അവർക്ക് പ്രേരണ കൂടി കൊടുക്കുക, ഒരു ഇൻസ്പിറേഷൻ കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിന് മുഖ്യ ഉദ്ദേശം. നമ്മുടെയൊക്കെ ആഗ്രഹം നല്ല മിടുക്കന്മാരും മിടുക്കലുമായി എല്ലാ കുട്ടികളും വളരുക എന്ന് തന്നെയാണ്. അങ്ങനെ അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപകൻ മെജോ പോൾ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമനക്കുട്ടൻ CS, ബിന്ദു V, വിദ്യാ നെഹ്റു എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു. സ്കൂൾ മാനേജർ AC സുരേഷ്, പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, മാനേജ്മെന്റ് പ്രതിനിധി KK കൃഷ്ണൻ നമ്പൂതിരി, MPTA പ്രസിഡന്റ് ദീപ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മിസ്ട്രസ് NS രജനി ശ്രീ സ്വാഗതവും CJ ജോസ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ SLC റിസൾട്ട് പറഞ്ഞത് 60,000 പരം കുട്ടികളാണ് FA+ വാങ്ങിച്ചത്. ഈ പ്രാവശ്യം അതിന്റെ പദ്ധതി 30 സംതിങ്ങാണ് നമുക്ക് ഈ പ്രാവശ്യം SLCക്ക് FA+. അപ്പൊ നമ്മുടെ കുട്ടികൾ അത്രത്തോളം കഴിവും കഠിനാധ്വാനവും അവരപ്പുറം അനുഭവം കൊണ്ട് മാത്രമാണ് നമുക്ക് SLCക്ക് FA+ കിട്ടാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഓരോ കുട്ടികളും നമുക്കറിയാം, ഇപ്പൊ 9A+ മുതൽ കിട്ടിയ കുട്ടികളുണ്ട്, അവർക്ക് വളരെ വിഷമായിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അപ്പൊ നിങ്ങൾ നല്ല ആശയോടുകൂടി പഠിക്കണം, ഇനി അടുത്ത +2 FA+ വാങ്ങിക്കണം. അതിന്റെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പാഠമാണ്. എന്റെ 2 മക്കളും സയൻസ് ഗ്രൂപ്പും കോമേഴ്സ് എടുത്തിട്ട് SLCക്ക് 2 പേർക്കും അതുപോലെ തന്നെ
10ാം ക്ലാസ്സിൽ 9+ വരെ കിട്ടിയൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വാശിയോടെ പഠിച്ച് അവരിപ്പോ +2 ഫുൾ A+ വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കും നല്ലൊരു വാശിയോടെ പഠിച്ച് നിങ്ങൾ +2 ഫുൾ A+ വാങ്ങിക്കാൻ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയണം. നിങ്ങൾ എല്ലാവർക്കും കഴിവുള്ള മക്കളാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.